ഇന്നൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ഉണ്ട്. ഞാൻ കുറച്ച് നാളായി ഇങ്ങനത്തെ വീഡിയോ എടുത്തിട്ട്. ക്യൂ ആൻഡ് എ ഒന്നും അല്ല. അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിനൊന്നും എനിക്ക് ആൻസർ പകുതിയോളം പറയാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് നേരത്തെ വന്നായിരുന്നു. ബട്ട് ഞാനത് ചെറിയൊരു വ്ലോഗായിട്ടാണ് എടുത്തത്. ഇത് ജസ്റ്റ് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയിട്ട് ഞാൻ പറയണതാണ്. എനിക്കിത് പറയണം എന്ന് തോന്നി ബിക്കോസ് ഇത് ഉപകാരപ്പെടണവരുണ്ടാവുമല്ലോ ലൈക്ക് അതുകൊണ്ട് ഞാൻ പറയണം കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഫേസ്ബുക്കിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അതറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടാവുമായിരിക്കും. അത് പെട്ടെന്ന് കമ്പാരിറ്റീവ്‌ലി അത് എളുപ്പമെന്ന് എനിക്ക് തോന്നി. കാര്യം അത്ര വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. അവര് യൂട്യൂബൊക്കെ ആണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ ഫേസ്ബുക്ക് നമ്മൾ ജസ്റ്റ് വെറുതെ പോസ്റ്റ് അല്ലെങ്കിൽ വെറുതെ വീഡിയോസ് എടുത്താൽ നമുക്കൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ ഞാൻ ഞാൻ പറയണത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത്ര ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് അതെന്താണെന്ന് വെച്ച് ചെയ്യാൻ തുടങ്ങും കേട്ടോ. അതെനിക്ക് തോന്നുന്നത് അത്ര ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും വേണം. എനിക്ക് കൂടുതൽ കറക്റ്റ് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയണതാണ്. അത് ഉപകാരപ്പെടുന്ന ആൾക്കാരത് ചെയ്യൂ. കൂടുതൽ ഞാനൊന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതെനിക്ക് എന്തോ പറയണം എന്ന് തോന്നി. ആൻഡ് നെക്സ്റ്റ് എനിക്ക് പറയാൻ വന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ നമുക്ക് കൊളാബ് അങ്ങനെയൊക്കെ നമുക്ക് എമൗണ്ട് കിട്ടുള്ളൂ. സോ നിങ്ങൾ ഫേസ്ബുക്ക് അങ്ങനെ നോക്കുക. ആൻഡ് നെക്സ്റ്റ് വന്നത് എനിക്കറിയില്ല എൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലുള്ളവരാണോ എൻ്റെ യൂട്യൂബ് ഫോളോവേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ അധികം എൻ്റെ യൂട്യൂബ് ഇത് ചെയ്യാറില്ല. എന്നാലും എനിക്കിത് പറയണം എന്ന് തോന്നി. ഞാനിത് എന്തായാലും ഫേസ്ബുക്കിലും ഈ ഒരു ലിങ്ക് ഞാൻ ഇടും. ബിക്കോസ് എനിക്ക് പറയേണ്ടത് എനിക്ക് ഇങ്ങനെ കോൾസ് വരാറുണ്ട്. വിച്ച് ഈസ് ഓക്കെ. എന്ന് വെച്ചാൽ വെറുതെ കോൾസ് വന്നതിന് എനിക്ക് പ്രശ്നമില്ല. അതിപ്പം 2, 3, 4 എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആർക്കാണേലും ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചോളം ഞാനിവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യണ ഒരു വ്യക്തിയാണ്. ഞാൻ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യണം. എന്നിട്ടാണ് ഈ വ്ളോഗും കാര്യങ്ങളും എല്ലാം ഇടുന്നത്. സോ എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം ഡിഫറൻസ് ഉണ്ട് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് നല്ല ഇന്ത്യൻ ടൈം ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെ അതൊന്ന്. പിന്നെ എനിക്കിവിടെ കൊച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ ഒരാൾക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റണം എന്നില്ല. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറ്റണമെന്നവർക്ക് കൊടുക്കാറുണ്ട്. കാര്യം മെസ്സഞ്ചറിലൊന്നും ഞാൻ അധികം റിപ്ലൈസും കാര്യങ്ങളും കൊടുക്കാറില്ല. പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണുമ്പോൾ പറ്റുന്ന രീതിയിൽ ഞാൻ ഹായ് ഒക്കെ അയച്ചിടാറുണ്ട്. പക്ഷേ എനിക്കത് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കോള് വരുന്നത്. വേറെ മെസ്സേജ് വന്നതിനൊന്നും പ്രശ്നമില്ല. ഒരു മെസ്സേജ് നമുക്ക് പ്രശ്നമില്ല. കോളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒന്നെങ്കിൽ ഉറങ്ങണ സമയത്തായിരിക്കും. അല്ലെങ്കിൽ നമുക്കങ്ങനെ അറ്റൻഡ് ചെയ്യാൻ എനിക്കറിയാത്ത ആൾക്കാരോട് എനിക്ക് സംസാരിക്കാൻ എനിക്ക് പേഴ്സണലി അറിയില്ല. ഇതേപോലെ വീഡിയോ ഇടാനും കാര്യങ്ങളൊക്കെ ഓക്കെ. അല്ലാതെ ഞാനിപ്പോൾ അറിയാത്ത ആൾക്കാരെ വിളിച്ച് എടുക്കുക അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെനിക്ക് പറയണം എന്ന് തോന്നി. അതും കൂടിയാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ഇടണത്. കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് കൊച്ചുള്ളതാണ്. എനിക്ക് പിന്നെ ഈ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യണ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് കിട്ടണ ആകെ സാറ്റർഡേ സൺഡേ ആണ്. അപ്പം അത് എനിക്ക് വീട്ടിൽ കാര്യങ്ങളുണ്ടാവും. കൊച്ചുണ്ട്. അങ്ങനെ കുറേ നമുക്ക് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കങ്ങനെ കോൾ എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത ഒരാളോട് വിളിച്ച് സംസാരിക്കുക അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ മെയിൻലി എനിക്ക് പറ്റുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം അതെനിക്ക് പറയണം എന്ന് തോന്നി ഈ ഒരു വീഡിയോയിൽ. കാര്യം ഇത് ഞാൻ എന്തായാലും എനിക്ക് തോന്നണില്ല എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കും അങ്ങനെ വ്യൂവേഴ്സ് ഉണ്ടെന്ന്. പക്ഷേ ഇത് ഞാൻ ഷെയർ ചെയ്യും എനിവേ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയണത്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. കാര്യം അവരുടെ സിറ്റുവേഷൻ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. എനിക്ക് പറ്റണ രീതിയിൽ ഞാൻ എവിടെയാണേലും ഇപ്പം എനിക്ക് കമൻറ്റ് വന്നാൽ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചോളം എനിക്കങ്ങനെ വീഡിയോ ഞാൻ പെട്ടെന്ന് എടുക്കാം. ഇതും പ്ലാൻഡ് ഒന്നുമല്ല. ഇതെനിക്ക് എന്തായാലും ഇടണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ്. ഇവൻ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അയച്ചത്. ഇപ്പോൾ ഞാൻ പറയണത് കറക്റ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ആൻഡ് യാഹ് അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പിന്നെ താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് കിട്ടാനുണ്ട്. അതിന് ഒരുപാട് താങ്ക് യു. ആൻഡ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിടാം. എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കമൻറ്റ് വന്നാലും കാര്യങ്ങളും എല്ലാത്തിനും ഞാൻ അപ്പം റിപ്ലൈ തരുന്ന ഒരു വ്യക്തിയാണ്. എനിക്കത്രയും ഞാൻ ആത്മാർത്ഥതയോട് ചെയ്യുന്നതാണ് ഇതെല്ലാം. ആൻഡ് എല്ലാവർക്കും പൊതുവേ ഞാൻ മെസ്സേജ് അയക്കാൻ ശ്രമിക്കാറുമുണ്ട്. സോ അതെല്ലാം മനസ്സിലാക്കി തിരിച്ചും നിങ്ങൾ അതേപോലെ ആവാം. ആൻഡ് താങ്ക് യു. സോ ഇത് ജസ്റ്റ് ഈ 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു.
ഞാൻ മെസ്സേജ് ലൈക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. സോ താങ്ക് യു ആൻഡ് ബൈ.